ശാക്തീകരണം ലക്ഷ്യമിട്ടുകൊണ്ട് പെരുമ്പാവൂർ അറക്കപ്പിടി ജയഭാരത് എഞ്ചിനീയറിംഗ് കോളേജിൽ ജെൻസി ഡയലോഗ് 2026 സംഘടിപ്പിച്ചു. പ്രമുഖ ടെക്നോക്രാറ്റ് സംരംഭകനും മുൻ കേന്ദ്രമന്ത്രിയുമായ രാജീവ് ചന്ദ്രശേഖർ യുവജനങ്ങളുമായി സംവദിക്കുകയും വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയും ചെയ്തു. കേവലം ITയുടെ കാലഘട്ടം അസ്തമിക്കുന്നുവെന്നും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഭാവിയുടെ സമസ്ത മേഖലകളെയും കൈയെടുക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളും കാലഘട്ടത്തിനനുസൃതമായി മാറിയില്ല എങ്കിൽ അവരുടെ ഭാവി പ്രയാസമേറിയതാവുകയും മുഖ്യധാരയിൽ നിന്ന് പിന്തള്ളപ്പെട്ടു പോവുകയും ചെയ്യുമെന്നും അദ്ദേഹം ഓർമ്മപ്പെടുത്തി. നിങ്ങളും നിങ്ങളുടെ മുമ്പിലിരിക്കുന്ന അവസരങ്ങൾ ഒരു ഇഷ്യൂ ഇല്ല. പക്ഷെ നിങ്ങൾക്ക് ആത്മവിശ്വാസമാണ്, ഞാനിത് എക്സ്പെരിമെന്റ് ചെയ്യാൻ പോകുന്നു, റിസ്ക് എടുക്കാൻ പോകുന്നു. എന്താണ് വേഴ്സ്റ്റ് കേസ്? നിങ്ങൾ സ്റ്റാർട്ടപ്പ് തുടങ്ങി ഫെയിലായി, അതല്ല. പക്ഷെ ആ ഫെയിലിയർ നിങ്ങൾ പഠിക്കുന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ എത്രയോ സ്റ്റാർട്ടപ്പ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തത് ഫെയിൽ ആയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് എല്ലാം പഠിക്കാൻ പറ്റും, എക്സ്പീരിയൻസ്. അപ്പൊ ആ ഒരു ആത്മവിശ്വാസം ഉണ്ടാവും, ആ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും, എനിക്കത് ചെയ്യണം. കാരണം അതാണ് ലോകം ആ ഡയറക്ഷനിലാണ് പോകുന്നത്. വിദ്യാർത്ഥികൾക്ക് ക്ലാസ് ഏറെ പ്രയോജനകരമായി. APG സെമിനാർ ഹാളിൽ നടന്ന കോൺക്ലേവിൽ ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ AM കരീം അധ്യക്ഷത വഹിച്ചു. MLA അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളി അടുത്ത സെക്ഷനിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കുമെന്നും അറിയിച്ചു. നമ്മൾ പുതിയ ഒരു കാലഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ പുതിയ സംവാദങ്ങളിലേക്കും നമ്മൾ കടക്കുകയാണ്. അതിൻ്റെ തുടക്കം എന്ന നിലയിലാണ് ജെൻസി ഡയലോഗ് എന്ന പേരിൽ നമ്മൾ പുതുതായിട്ട് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നത് അത് കോളേജുകളിൽ വെച്ച് ഇത് ആദ്യമായിട്ട് ജയഭാരതിലായിരിക്കും ചെയ്യുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തുകൊണ്ട് നമ്മളൊരു ജെൻസി ഡയലോഗ് നടത്തുന്നു, അത് ആര് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നതിനെ പറ്റിയുള്ള ചിന്ത വന്നപ്പോൾ ഇതിനെപ്പറ്റി ഏറ്റവും ആധികാരികമായി പറയാൻ കഴിയുന്ന ആൾ എന്ന നിലയിൽ ഞങ്ങൾ കണ്ടത് നമ്മുടെ മുൻ മന്ത്രിയായിരുന്ന ചന്ദ്രശേഖരൻ സാറിനെയാണ്, രാജീവ് ചന്ദ്രശേഖരൻ സാറിന്. കാരണം അദ്ദേഹം ഒരു ടെക്നോക്രാഫ്റ്റാണ്, അതുപോലെ തന്നെ ഒരു എൻ്റർപ്രണറാണ്, ഒരു നല്ല അഡ്മിനിസ്ട്രേറ്ററാണ്. അതുപോലെ തന്നെ ഈ ചെറുപ്പക്കാർക്ക് എന്താണ് ചെയ്യേണ്ടത്, അവരെ എങ്ങനെ നയിക്കണം എന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ അദ്ദേഹം മന്ത്രിയായിരുന്നപ്പോൾ ആ രീതിയിൽ ഒരുപാട് ചുവടുവെപ്പുകൾ നടത്തിയ ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് അദ്ദേഹത്തിനെയും ഞങ്ങൾ ഇതിനുവേണ്ടി ക്ഷണിച്ചു. പിന്നെ ഞങ്ങൾ ആലോചിച്ചപ്പോൾ കിട്ടിയത് ഇവിടുത്തെ എൽദോസ് കുന്നപ്പള്ളി, ഞങ്ങളുടെ പ്രിയപ്പെട്ട MLA ആണ്. അദ്ദേഹം യുവജനങ്ങളുടെ വികാരങ്ങളെ എപ്പോഴും ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മാർഗനിർദ്ദേശം നൽകാൻ, അവരെ നേരായ വഴി ചിന്തിപ്പിക്കാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും ആക്ടിവിറ്റീസും എപ്പോഴും ചെയ്യുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ എൽദോസ് കുന്നപ്പള്ളി പ്രസിദ്ധനാണ്. അപ്പോൾ നമ്മൾ എൽദോസ് കുന്നപ്പള്ളി, പിന്നെ പുതിയ ടെക്നോളജിയെ പറ്റി പറയുവാൻ ശക്തനായ ഡോക്ടർ അബ്ദുൽ സലാം സാറ് കഴിഞ്ഞ 10 ദശാബ്ദങ്ങളായി എഡ്യൂക്കേഷൻ ഫീൽഡിലും ടെക്നിക്കൽ ഫീൽഡിലും വിദ്യാർത്ഥികളുമായിട്ടുള്ള സംവാദം നടത്തിക്കൊണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്താണെന്ന് കൃത്യമായി അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിലും, അതുപോലെ തന്നെയാണ് ഡോക്ടർ റഹ്മാൻ CEO മർക്കസിൻ്റെ CEO എന്ന നിലയിൽ അദ്ദേഹത്തിനുള്ള കഴിവും, ഇവിടുത്തെ ജയഭാരതുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ജയഭാരതിൻ്റെ പ്രിൻസിപ്പളുമായിരുന്നു. അങ്ങനെ വിവിധ മേഖലകളിൽ വ്യക്തിത്വം തെളിയിച്ച പ്രഗത്ഭരെ കൊണ്ടുവന്ന് യുവാക്കളോട് സംവാദിക്കുകയാണ് ചെയ്തത്. ആ യുവാക്കൾക്ക് അവർക്ക് സംശയങ്ങൾ എന്താണ്, അവർ നാളെ എന്ത് ചെയ്യണം, ഏത് വഴിയിൽ കൂടി പോകണം എന്ന് അവർക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ ഒരു പ്രസംഗം മാത്രമല്ല ഇവിടെ നമ്മൾ നടത്തിയത്, അവർക്ക് സംവാദിക്കാനുള്ള ഒരു അവസരവും കൂടി ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവർക്ക് വളരെ വ്യക്തമായിട്ട് തങ്ങൾ ഇന്ന് എന്താണ് അനുഭവിക്കുന്നത്, തങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണ്, തങ്ങളുടെ അഭിലാഷങ്ങൾ എന്താണ്, തങ്ങളുടെ ഡ്രീം എന്താണ് എന്ന് പറയാൻ, അതിന് എന്താണ് ചെയ്യേണ്ടത്, ഞങ്ങൾക്ക് മാർഗനിർദ്ദേശം നൽകൂ എന്ന് ഈ മഹത് വ്യക്തിത്വങ്ങളോട് അവർക്ക് ചോദിക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് അത് സംഘടിപ്പിക്കാൻ കഴിഞ്ഞ ജയഭാരതിന് വളരെ സംതൃപ്തിയുണ്ട്. ഇതിനോട് സഹായിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പ്രകാശിക്കുന്നു. മുൻ കാലിക്കറ്റ് സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൽ സലാം യുവജനങ്ങളുമായി സംസാരിച്ചു. എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷമീർ K. മുഹമ്മദ്, അധ്യാപകർ, വിദ്യാർത്ഥികൾ തുടങ്ങിയവരും പങ്കെടുത്തു. പ്രൊഫസർ KK അജ്നബി നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ,
വെങ്ങോല.